ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം വിപുലമാക്കാതെ ഒതുക്കി തീർക്കാനുള്ള നീക്കമെന്ന് ആരോപണം. അന്വേഷണം നിലവിലെ പ്രതികളിൽ മാത്രം ഒതുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. 2025 പാളികൾ കടത്തിയതിലോ പത്മകുമാറിന്റെ മകൻ യോഗദണ്ഡും രുദ്രാക്ഷവും സ്വർണം കിട്ടിയതിലോ അന്വേഷണമില്ല. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഈ നീക്കം. ആർ രാജീവ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. രാജീവ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ കനത്ത പരാജയത്തിന്റെ ഒരു കാരണം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുടെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തി എന്നതാണ്. അത് പാർട്ടി തന്നെ ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ പല പ്രധാനപ്പെട്ട ഘടകകക്ഷികളും ആ കാര്യം ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം വിപുലീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ അന്വേഷണം ഒതുക്കി ഒരു വഴിക്കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഗൗതം, നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഓരോന്നായി പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലും പ്രത്യേക അന്വേഷണ സംഘം ഈ മാസം അവസാനം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം ഇങ്ങനെ തുടരുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഓരോ ദിവസവും തെളിവുകൾ പുറത്തു വരുന്നു. ഇന്നും പുതിയ ചിത്രം പുറത്തു വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാതെ സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ അന്വേഷണത്തിന്റെ തുടക്കം തന്നെ. അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം തുടങ്ങിയത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ നടപടികൾ തുടങ്ങുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലും പിന്നീട് കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലുമൊക്കെ അന്വേഷണം നടക്കുന്നതും ഈ പ്രമുഖരുടെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. പക്ഷേ ഇപ്പോഴും 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നില്ല. FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതിനൊപ്പമാണ് ശബരിമലയിൽ ഏറ്റവും പവിത്രമായി കരുതുന്ന അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അത് സ്വർണം കെട്ടിക്കാനുള്ള തീരുമാനമെടുത്തത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണ്. സ്വന്തം മകനെ കൊണ്ട് തന്നെ പത്മകുമാർ ഇത്തരമൊരു കാര്യം ചെയ്യിക്കുകയായിരുന്നു. യോഗദണ്ഡും അതുപോലെ തന്നെ രുദ്രാക്ഷമാലയും സ്വർണം കെട്ടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിൽ ചട്ടലംഘനമുണ്ടെന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എന്നിട്ട് പോലും അതിലും FIR രജിസ്റ്റർ ചെയ്യാനോ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താനോ SIT തയ്യാറാകുന്നില്ല. അതായത് ഈ മാസം അവസാനത്തോടു കൂടി കുറ്റപത്രം സമർപ്പിക്കുക. 2 കേസിൽ, ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സംഭവം, മറ്റൊന്ന് കട്ടിളപ്പാളികൾ കൊണ്ടുപോയ സംഭവം. 2ലും കുറ്റപത്രം പ്രത്യേകമായി സമർപ്പിക്കാനുള്ള നീക്കമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിന് കാരണം നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സർക്കാർ വിലയിരുത്തുന്നത്, CPM വിലയിരുത്തുന്നത് ഈ സ്വർണ്ണ കവർച്ച തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വലിയ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ CPMന്റെ നേതൃയോഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം മുൻനിർത്തി തന്നെയാണ് ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട എന്ന നിർദ്ദേശം സർക്കാർ SIT. അതായത് രാജീവ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പുറത്തിറക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടാകുമല്ലോ. അതായിരിക്കുമല്ലോ SIT അന്വേഷണം ഇപ്പോൾ ഈ രീതിയിൽ തളർന്നു പോയത്. കാരണം പത്മകുമാർ പുറത്തിറങ്ങേണ്ടത് അനിവാര്യമാണ്. ഒപ്പം വാസു, ഇതൊക്കെ CPMന്റെ പ്രമുഖ നേതാക്കൾ കൂടിയാണ്. ദേവസ്വം ബോർഡിന്റെ ചുമതലകൾ വഹിച്ചു എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ പക്കാ കേഡറുകളായിരുന്നു. CPMന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചവരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് അവരെ കൂടെ പുറത്തിറക്കുക എന്ന ലക്ഷ്യം SITക്ക് ഉൾപ്പെടെ ഉണ്ടാകുമല്ലോ. ഗൗതം, തീർച്ചയായും അവരെല്ലാം പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇനി കുറ്റപത്രം തയ്യാറാക്കി വരുമ്പോഴേക്കും ഈ മാസം അവസാനമാകും. അപ്പോഴേക്കും സ്വാഭാവികമായി, അതായത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചതുപോലെ തന്നെ പത്മകുമാറിനും വാസുവിനും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. 90 ദിവസത്തിലേക്ക് ഇവർ എത്തും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാകുന്നതും SITയെ സംശയ നേരിലാക്കുന്നത്. അതായത് 1-ാം പ്രതിക്ക് മാത്രമല്ല ജാമ്യം ലഭിക്കുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരാൾ പത്മകുമാർ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയായ എൻ വാസുവാണ്. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലേക്ക് പോകാതെ യാതൊരു തരത്തിലുള്ള പോംവഴിയും SITക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഹൈക്കോടതി അത്രമേൽ ശക്തമായ സമ്മർദ്ദമായിരുന്നു SITക്ക് മുന്നിൽ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇരുവരുടെയും അറസ്റ്റിലേക്ക് SIT കടന്നതെങ്കിൽ ഇപ്പോൾ അവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതിനുവേണ്ടി കുറ്റപത്രം വൈകിപ്പിക്കുന്നു എന്ന ആരോപണം ഒരു പക്ഷത്ത് ശക്തമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് ഈ മാസം അവസാനത്തോടു കൂടി മാത്രമേ കുറ്റപത്രം സമർപ്പിക്കൂ. അങ്ങനെയെങ്കിൽ ഇരുവർക്കും ജാമ്യം ലഭിക്കുമെന്ന
കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്താൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ CPM-നൊപ്പം നിൽക്കുന്ന പല ഉദ്യോഗസ്ഥരും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം സർക്കാർ SITക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ നടപടികൾ. ആ രണ്ട് സംഭവത്തിലും പ്രത്യേകമായി കേസ് തൽക്കാലം രജിസ്റ്റർ ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളില്ല. നിലവിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 2019 കട്ടളപ്പാളികൾ കൊണ്ടുപോയതിലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ കൊണ്ടുപോയതിലും മാത്രമായി അന്വേഷണം ഒതുക്കുകയാണ്. അതിൽ തന്നെ പ്രതികളെല്ലാം ജാമ്യം നേടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ പ്രതികളും ജയിൽ വഴിക്കുള്ളിലായിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ പ്രതികളെല്ലാം പുറത്താകുന്ന സാഹചര്യമുണ്ടാകും, പുറത്തു പോകുന്ന സാഹചര്യമുണ്ടാകും. മാത്രമല്ല ഒരു വശത്ത് CPM പ്രതിക്കൂട്ടിലാണെങ്കിൽ മറുവശത്ത് കോൺഗ്രസ് കൂടി പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ CPM-നൊപ്പം തന്നെ കോൺഗ്രസും പ്രതിരോധത്തിലാവും. കോൺഗ്രസിന് വലിയ സമ്മർദ്ദത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. കാരണം നിലവിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആന്റോ ആന്റണിയെ കൂടി ചോദ്യം ചെയ്യും. ആന്റോ ആന്റണിയും വലിയ കുരുക്കിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും വലിയ പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ പ്രതിരോധമുയർത്താനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. സർക്കാരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുൻപ് സോളാർ കേസിൽ എങ്ങനെയാണോ ഒത്തുകളി നടന്നത്, കേസുകൾ ഒതുക്കി തീർത്തത്, ആ രീതിയിലുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ഇത് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് ഇത് പോകണം, CBI അന്വേഷണത്തിലേക്ക് ഇത് പോകണം. ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഗൗതം. ഓക്കെ രാജീവ്, എന്തായാലും കേരള രാഷ്ട്രീയത്തെ ഒരു ഘട്ടത്തിൽ ഇളക്കിമറിച്ച സോളാർ കേസ് എങ്ങനെയാണോ ഒത്തുതീർപ്പാക്കിയത് ആ രീതിയിൽ കേരളത്തിലെ രണ്ട് മുന്നണികളും ശബരിമല സ്വർണ്ണ കവർച്ചയും ഒതുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നുവെന്ന വിമർശനം ശക്തമാകുകയാണ്. കാരണം ശബരിമലയിൽ നിന്നും 2025 സ്വർണ്ണപ്പാളികൾ പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് SIT തയ്യാറാകുന്നില്ല. ഭഗവാൻ അയ്യപ്പൻ്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയിലും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടും അന്വേഷണത്തിന് SITയോ മറ്റ് കേരളത്തിലെ ഏജൻസികളോ തയ്യാറാകുന്നില്ല. അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ വിമർശനം ഉയരുന്നത്. രാജീവാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.